ആർ യു ലിവിങ് യുവർ ലൈഫ് ഓർ ലിവിങ് അപ് ടു സർട്ടൻ എക്സ്പെക്റ്റേഷൻസ്? നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒക്കെ വേണ്ടിയാണോ നിങ്ങൾ കഷ്ടപ്പെടുന്നത്? എനിക്ക് കുറച്ച് വാല്യൂസ് ഉണ്ട്, അതിനനുസരിച്ചേ ഞാൻ ജീവിക്കത്തുള്ളൂ, എനിക്കിതാണ് പഠിക്കാൻ ഇഷ്ടം, അതുകൊണ്ട് ഞാനത് പഠിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ എന്താണ്, എനിക്ക് ഇന്ന കാര്യങ്ങളാണ് ഭാവിയിൽ ചെയ്യാൻ ആഗ്രഹം, ഇന്നൊരു ജോലി ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു, എൻ്റെ പാഷനെ ഞാൻ പിന്തുടരുന്നു. ഇങ്ങനെ ഒരാളാണോ നിങ്ങൾ? അതോ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടോടുന്നവരാണോ നിങ്ങൾ? എൻ്റെ അമ്മയ്ക്കോ അച്ഛനോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആരായിക്കോട്ടെ, അല്ലെങ്കിൽ എൻ്റെ നെയ്ബറിന് ഇതാണ് ഇഷ്ടം, അല്ലെങ്കിൽ എൻ്റെ അമ്മൂമ്മയ്ക്ക് ഇതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇന്നത് ചെയ്യുന്നു. അല്ലെങ്കിൽ എന്താണ്, എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഈ ജോലിക്ക് പോകുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ആ ജോലിക്ക് പോകുന്നു. ഇങ്ങനെ നമ്മൾ ബാക്കിയുള്ളവരുടെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് നിൽക്കുമ്പം എന്താണ്, നമ്മളിപ്പോൾ തന്നെ റീസെൻ്റ്ലി ഒത്തിരി കേസസ് അങ്ങനെ കണ്ടിട്ടുണ്ട്. പാരൻസിൻ്റെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് മാർക്ക് കിട്ടത്തില്ല എന്നൊക്കെ പേടിച്ച് ഒത്തിരി പേര് സൂയിസൈഡ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതെന്താണ്, ബാക്കിയുള്ളവരുടെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സും ആങ്സൈറ്റിയും അതുപോലെ തന്നെ കോൺഫിഡൻസ് കുറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് വേണ്ടിയും കുറച്ചെങ്കിലും സമയം കണ്ടെത്തി നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങളിങ്ങനെ ഏതിൽ പെടുന്ന ആളാണെന്നുള്ളത് ഡു കമൻറ്റ് ബിലോ.